ന്യൂനപക്ഷ വർഗീയത അതിന്റെ തീക്ഷ്ണ കരാള പ്രവർത്തനങ്ങൾ വഴി ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുകയും അധികാരം അഭിരാധികാരത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന അരക്ഷിത ബോധം ശരിയായ തരത്തിൽ ചിന്തിക്കാത്തവരിൽ നേരെ എതിർദിശയിലെ വർഗീയതയുണ്ടാകും. അതാണ് ന്യൂനപക്ഷ വർഗീയത. സ്വാഭാവികമായിട്ടും അതിനെ വീണ്ടും ഇവർ വീഴും. അങ്ങനെയാണ് ന്യൂനപക്ഷ വർഗീയത എത്തിപ്പെട്ടാൽ അത് ഇവർക്കാണ്. അപ്പോ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അവകാശങ്ങൾ എടുത്തു കളയുമ്പോൾ ഉണ്ടാവുന്ന അവർഷത്തിൽ അഭ്യസ്തവിദ്യർ പോലും വർഗീയവാദികളായി പോകുന്നു എന്ന അപകടം. ആ അപകടങ്ങൾക്ക് തിരിച്ച് വർഗീയത ശക്തിപ്പെടുത്താനുള്ള സാഹചര്യം അതെപ്പോഴും റെസിപ്രോക്കലായി പരസ്പര ആദാന പ്രധാനപരമായി വർഗീയത ശക്തിപ്പെടുത്തും. അപ്പൊ ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെട്ടാൽ ഭൂരിപക്ഷ വർഗീയത അതിൽ വീണ്ടും വീഴും. ഈ അപകടം നിലനിൽക്കെ വർഗീയതയ്ക്കെതിരായ കൃത്യമായ സമീപനം വേണം. ഇവിടെ എന്താ സംഭവിച്ചത്? UDF നോക്കുന്നതിൽ ഇപ്പോ 10 കൊല്ലം അധികാരത്തിന്റെ പുറത്തിരുന്ന UDF നേരത്തെ ലീഗുമായുള്ള ഒരു നിരന്തര സഖ്യമുണ്ട്. ഇപ്പൊ അതിനെ കുറെ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി, അതിന്റെ വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറയുന്ന അതിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങളുമായി കൂടി കട്ടിയേർന്നിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ ഉത്തരവാദിത്വം സമൂഹത്തിൽ ഒരു കാരണവശാലും ശക്തിപ്പെടാൻ പാടില്ലാത്ത വർഗീയതയുമായി സന്ധി ചെയ്യുക വഴി UDFന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. ആപത്കരമായ രാഷ്ട്രീയ നിലപാടുകൾ തുടർച്ചയായി സ്വീകരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന നാടാണ് കേരളം. എല്ലാ സാമൂഹിക വിഭാഗങ്ങളിലും തുല്യവീക്ഷണമുള്ള ഒരു തുല്യവീക്ഷണം പുലർത്തുന്ന ഭരണ സംവിധാനമുള്ള നാടാണ് കേരളം. ആ കേരളത്തിൽ നിന്നുകൊണ്ട് ഇവര് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക, വളർത്തുക, അതുവഴി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനാകുമോ, പിണറായി വിജയന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ഹ്രസ്വദൃഷ്ടികളുടെ പാർട്ടിയാണ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം കേരളം. ആ പാർട്ടി കോൺഗ്രസ് അതിന് നേതൃത്വം നൽകി. അപ്പൊ അത് വളരെ ആപൽക്കരമാണ്. കോൺഗ്രസിന്റെ കൂടെ കൂടി ലീഗ് അതിനെ കുറെ കൂടി ഒന്ന് വിപുലീകരിച്ചിരിക്കുക. ലീഗ് ഒരു കാലത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് പിന്നെ വലിയ പ്രചരണം നടത്തിയേക്കാം. ഈ പ്രസ് ക്ലബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്നു ചന്ദ്രികയുടെ ലേഖൻ CP പ്രസിഡന്റായിരുന്നു ഈ പ്രസ് ക്ലബിന്റെ. അദ്ദേഹം പുസ്തകം എഴുതുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഏറ്റവും നല്ല പുസ്തകം എഴുതിയിട്ടുള്ളത്. നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കൂടെ കേരളത്തിലെ മലയാള പുസ്തകങ്ങൾ അന്വേഷിച്ച് പോയാൽ നമുക്ക് ലഭ്യമാകുന്ന മികച്ച പുസ്തകങ്ങളുടെ പിന്നെ അദ്ദേഹം രചിച്ചതാണ്. ആ നിലപാടിന്റെ എവിടെയെങ്കിലും അടുത്ത് ലീഗിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയ ലീഗാണിപ്പോ കേരളം. ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയ ലീഗിനെ ആണ് നമ്മൾ കാണുന്നത്. അപ്പോ ലീഗുടെ UDF കോൺഗ്രസിന്റെ കൂടെ വെൽഫെയർ പാർട്ടി. കോൺഗ്രസ്, ലീഗ്, വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു സമന്വയം രാഷ്ട്രീയത്തിൽ രൂപപ്പെടുത്തി എടുത്തു വെച്ചിരിക്കുന്നു. ഇത് ആർക്കും ഗുണം ചെയ്യും. ഞങ്ങളുടെ ഉറച്ച വിശ്വാസം കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിലെ മഹാഭൂരിപക്ഷമാണ് ഈ നിലപാടിൽ ഇരിക്കുന്ന കേരളീയ സമൂഹം തന്നെ ഈ നിലപാടിലേക്കില്ല. മത ന്യൂനപക്ഷ വിഭാഗത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ഈ അപകടകരമായ രാഷ്ട്രീയ സഖ്യത്തെ നിരാകരിക്കും. ആ അപകടകരമായ രാഷ്ട്രീയ സഖ്യത്തെ നിരാകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ നിലയിലാണ് ഇത് പ്രാധാന്യം അറിയിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സമൂഹത്തിന്റെ വിശേഷിച്ച സാധാരണക്കാരന്റെ ഒരു താല്പര്യവും സംരക്ഷിക്കാതെ LDF തോൽപ്പിക്കുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടിയും സംസ്ഥാന അധികാരം പിടിക്കുക എന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരം പിടിക്കുക എന്ന കാര്യത്തിൽ എപ്പോഴും അന്വേഷിച്ച് നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആദരകരമായ രാഷ്ട്രീയ സഖ്യം രൂപപ്പെടുത്തിയതിന് ജനങ്ങൾ UDFനെ തിരസ്കരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാലത്ത് നമുക്കില്ല. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്
നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.